സംസ്ഥാനത്താദ്യമായി ഈ ശുചിമുറികൾ സ്ഥാപിച്ച മലപ്പുറം നഗരസഭയിലെ ശുചിമുറികൾ മാറ്റി. സ്ഥാപിച്ച് വെറും 2 വർഷത്തിനകം കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്താതെ ഉപയോഗശൂന്യമായ നഗരത്തിലെ 3 ടോയ്ലറ്റുകളാണ് മാറ്റിയത്. മലപ്പുറം നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് കോട്ടപ്പടി, 3-ാം പടി പാസ്പോർട്ട് സേവാ കേന്ദ്രം, കിഴക്കേത്തല എന്നിവിടങ്ങളിലെ ഈ ശുചിമുറികൾ പൂർണ്ണമായും നീക്കം ചെയ്യുന്നത്. ഇവ നന്നാക്കാൻ സാധിക്കാത്തതിനാൽ നശിപ്പിച്ചു കളയുകയോ സ്ക്രാപ്പായി പോകുകയോ ചെയ്യുമെന്ന് നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ കെ വത്സൻ പറഞ്ഞു. കഴിഞ്ഞ ജനുവരിയിൽ ചേർന്ന കൗൺസിൽ യോഗത്തിലായിരുന്നു ഇവ നീക്കം ചെയ്യാനുള്ള തീരുമാനമെടുത്തത്. സൗന്ദര്യവൽക്കരണം നടത്തുന്ന ഭാഗങ്ങളിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനൊപ്പം ഉപയോഗശൂന്യമായ വസ്തുക്കളും ഒഴിവാക്കി നൽകാൻ നഗരസഭയോട് നിർദ്ദേശിച്ചിരുന്നു. 2010-15 കാലഘട്ടത്തെ ഭരണസമിതിയാണ് നഗരത്തിൽ ഈ ശുചിമുറികൾ സ്ഥാപിച്ചത്. ഒരു യൂണിറ്റിന് 12.6 ലക്ഷം രൂപ വെച്ച് ആകെ 37.8 ലക്ഷം രൂപയായിരുന്നു ചെലവഴിച്ചത്. 2016 മാർച്ചിൽ തുറന്നുകൊടുത്ത ശുചിമുറികൾ 2018 പൂർണ്ണമായും പ്രവർത്തനം നിലച്ചു. സാങ്കേതികമായ പരിചരണം കൃത്യമായി നടത്താതെ വന്നതോടെയാണ് ശുചിമുറികൾ ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കാത്ത വിധം പണിമുടക്കിയത്. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.